അയർലൻഡിനെതിരായ ടി20 പരമ്പരയിലെ പരാജയത്തിന് പിന്നാലെ ഇംഗ്ലണ്ടിനെതിരായ വരാനിരിക്കുന്ന പരമ്പരയ്ക്കായി ടീം ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. 5 മത്സരങ്ങളടങ്ങുന്ന ടി20 പരമ്പര ഇന്നു മുതലാണ് ആരംഭിക്കാനായിരിക്കുന്നത്. ആദ്യ ടി20ക്ക് മുന്നോടിയായി ടീം കോമ്പിനേഷനുകളിൽ ശക്തമായ മാറ്റങ്ങൾ തന്നെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആരാധകരുടെ ആകാംക്ഷ കൗമാര താരം വൈഭവ് സൂര്യവംശി കളിക്കുമോ എന്നുള്ളതിലാണ്. എന്നാൽ സൂര്യവംശി ടീമിൽ അരങ്ങേറ്റം കുറിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടിയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായി അയർലൻഡിൽ നടന്ന 2 ടി20 മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ആദ്യ മത്സരത്തിൽ 34 റൺസിനും രണ്ടാം മത്സരത്തിൽ 1 റൺസിനുമാണ് ഇന്ത്യ തോറ്റത്. ഓപ്പണർമാരായ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയ്ക്കും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. ആദ്യ മത്സരത്തിൽ അഭിഷേക് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ രണ്ടാം മത്സരത്തിൽ 2 ഓപ്പണർമാരും ഗോൾഡൻ ഡക്കായാണ് മടങ്ങിയത്. ഇതുകൊണ്ട് തന്നെ യുവതാരം വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. ടീം മാനേജ്മെന്റ് തീരുമാനങ്ങൾ തികച്ചും സ്വകാര്യമാണെന്നും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നുമാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ വ്യക്തമാക്കിയത്. ടീമിലുള്ള എല്ലാവരും മികച്ച പ്രകടനം പുറത്തെടുത്ത് വന്നവരാണ്. ലോകകപ്പ് വിജയിച്ച ടീമിലെ പ്രധാന താരങ്ങളെ പിന്തുണയ്ക്കുക എന്നത് പ്രധാനമാണ്. വൈഭവ് ഒരു പ്രതിഭയാണ്. തീർച്ചയായിട്ടും അവസരം ലഭിക്കുമ്പോൾ അവൻ മികച്ച പ്രകടനം കാഴ്ചവെക്കും. എന്നാൽ തങ്ങൾ എന്താണ് ചെയ്യാനായി പോകുന്നത് എന്നത് തികച്ചും സ്വകാര്യമാണ്. എതിരാളികൾക്ക് മുൻപിൽ തങ്ങളുടെ പ്ലാനിംഗ് വ്യക്തമാക്കാനായി ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലോ വാർത്തകളിലോ നടക്കുന്ന ചർച്ചകൾ താൻ ശ്രദ്ധിക്കാറില്ലെന്നും ടീമിനുള്ളിലെ ചർച്ചകൾക്ക് മാത്രമാണ് പ്രാധാന്യം നൽകുന്നതെന്നുമാണ് ശ്രേയസ് കൂട്ടിച്ചേർത്തത്. നേരത്തെ സഞ്ജുവിന് പകരം വൈഭവിനെ ഓപ്പണിംഗിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ സജീവമായിരുന്നു. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് നേടിക്കൊടുത്ത സഞ്ജുവിനെ ഇംഗ്ലണ്ട് പര്യടനത്തിലും ടീം ഇന്ത്യ അതേ രീതിയിൽ തന്നെ വിശ്വസിക്കുന്നു എന്നാണ് ശ്രേയസിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഓപ്പണിംഗിൽ സഞ്ജുവും അഭിഷേക് ശർമ്മയും തുടരുമ്പോൾ ശിവം ദുബെയ്ക്ക് പകരം ഒരുപക്ഷെ വൈഭവിനെ ടീമിലേക്ക് പരിഗണിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ പ്ലേയിങ് ഇലവൻ അപ്ഡേറ്റുകളിൽ ഇൻസൈഡ് സ്പോർട്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യ ടി20ക്കുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷൻ കിഷൻ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ശിവം ദുബെ അല്ലെങ്കിൽ വൈഭവ് സൂര്യവംശി, അക്സർ പട്ടേൽ, ഹർഷിത് റാണ, പ്രിൻസ് യാദവ്, വരുൺ ചക്രവർത്തി, അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും പ്ലേയിങ് ഇലവനിൽ ഉണ്ടാവുക.